നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദിവസവും കാണുന്ന ഈ ക്യാമറകളില്ലേ, അവയ്ക്കു പിന്നിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ CCTVയുടെ ആ ലോകത്തേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറകളാണല്ലേ. എയർപോർട്ടിൽ, റോഡിൽ, ഷോപ്പിംഗ് മാളിൽ എല്ലായിടത്തും അവ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാണുന്നൊരു ക്യാമറയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു CCTV സിസ്റ്റം? കേൾക്കുമ്പോൾ ഇതൊരു ക്യാമറ മാത്രമാണെന്ന് തോന്നാം. പക്ഷേ സംഭവം അതല്ല, അതിലും എത്രയോ വലുതാണ്. CCTV അതിൻ്റെ മുഴുവൻ രൂപം ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ക്ലോസ്ഡ് സർക്യൂട്ട് എന്നതാണ്. അതായത് ഇതൊരു അടച്ചുവെച്ച സംവിധാനമാണ്. നമ്മുടെ വീട്ടിലെ TV പോലെ ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒന്നല്ല ഇത്. ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച കുറച്ച് മോണിറ്ററുകളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. പണ്ടൊക്കെ ഇത് വളരെ സിമ്പിളായിരുന്നു. സ്നായ് ടെലി, ഒരു ക്യാമറ, ഒരു വയറ്, പിന്നെ ദൃശ്യങ്ങൾ കാണാൻ ഒരു മോണിറ്റർ, അത്രയുള്ളൂ. എന്നാൽ ഇന്ന് കാര്യങ്ങളാകെ മാറി. ഇന്റർനെറ്റും കമ്പ്യൂട്ടറുമൊക്കെയായി കണക്ട് ചെയ്ത ലോകത്തിന്റെ എവിടെയിരുന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന വലിയ നെറ്റ്വർക്കുകളാണ് ഇന്നത്തെ CCTV സംവിധാനങ്ങൾ. ശരി, ഇനി നമുക്ക് ഈ സിസ്റ്റത്തിന്റെ കണ്ണിലേക്ക് വരാം, അതായത് ക്യാമറയിലേക്ക്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ക്യാമറ എടുത്താലും അതിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ലെൻസ്. ഇത് പുറത്തുള്ള പ്രകാശത്തെ ശേഖരിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു. ആ പ്രകാശത്തെ ഒരു ഇലക്ട്രോണിക് സിഗ്നലാക്കി മാറ്റുന്ന ഇമേജ് സെൻസറാണ് രണ്ടാമത്തെ ആള്. അവസാനം ഈ സിഗ്നലിനെ നമ്മൾ കാണുന്ന വീഡിയോ രൂപത്തിലേക്ക് മാറ്റുന്ന ഇമേജ് പ്രോസസ്സിംഗ് സർക്യൂട്ടും. ഈ 3ഉം ചേരുമ്പോഴാണ് ഒരു ക്യാമറയ്ക്ക് കാഴ്ചകൾ പകർത്താൻ കഴിയുന്നത്. ഇനി ക്യാമറകൾ തന്നെ പലതരമുണ്ട്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ട 2 ഫിക്സഡ് ക്യാമറകളും PTZ ക്യാമറകളും. ഫിക്സഡ് ക്യാമറ അതിന്റെ പേര് പോലെ തന്നെ ഒരേ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കും, ഒരൊറ്റ ഏരിയ മാത്രം കവർ ചെയ്യും. എന്നാൽ PTZ അങ്ങനെയല്ല. PTZ എന്ന് പറഞ്ഞാൽ പാൻ ടിൽറ്റ് സൂം. അതായത് ഇതിനെ നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് ഇടത്തോട്ടും വലത്തോട്ടും, പാൻ മുകളിലേക്കും താഴേക്കും, ടിൽറ്റ് ചലിപ്പിക്കാം, ആവശ്യമുള്ള ഭാഗത്തേക്ക് സൂം ചെയ്യാനും പറ്റും. എല്ലാ ക്യാമറകളും ഒരേപോലെയല്ല ലോകത്തെ കാണുന്നത്. സാധാരണ ക്യാമറകൾ നമുക്ക് കാണാൻ പറ്റുന്ന നിറങ്ങൾ പകർത്തുന്നു. എന്നാൽ തെർമൽ ക്യാമറകൾ പോലുള്ള സ്പെഷ്യൽ ക്യാമറകളുണ്ട്. അവയ്ക്ക് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത താപം, അതായത് ഹീറ്റ് സിഗ്നേച്ചറുകൾ വരെ തിരിച്ചറിയാൻ കഴിയും. ഒരു ക്യാമറയ്ക്ക് എത്രത്തോളം ദൂരം അല്ലെങ്കിൽ എത്ര വീതിയിൽ കാണാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഫീൽഡ് ഓഫ് വ്യൂ അഥവാ FOV. സിമ്പിളായി പറഞ്ഞാൽ ക്യാമറയുടെ ഫ്രെയിമിൽ എത്രത്തോളം ഏരിയ ഉൾക്കൊള്ളുന്നു എന്നതാണിത്. ഇത് പ്രധാനമായും ലെൻസിനെയും ക്യാമറയുടെ ഇമേജ് സെൻസറിനെയും ആശ്രയിച്ചിരിക്കും. ഒരു ക്യാമറയിൽ ലെൻസിന്റെ പങ്ക് വളരെ വലുതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ലെൻസാണെങ്കിൽ നല്ല തെളിമയുള്ള കൃത്യമായ ചിത്രം കിട്ടും. പക്ഷേ നിലവാരം കുറഞ്ഞ ലെൻസാണെങ്കിൽ കണ്ടോ, ചിത്രത്തിന്റെ അറ്റങ്ങൾ ഒരു വീപ്പ് പോലെ പുറത്തേക്ക് വളഞ്ഞിരിക്കും. ഇതിനെയാണ് ബാരൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കുള്ള കാഴ്ചയെ വികലമാക്കും. ഓക്കെ, അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ക്യാമറ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു നെറ്റ്വർക്കാക്കി മാറ്റണ്ടേ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു മോഡേൺ CCTV സിസ്റ്റം ഏകദേശം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ക്യാമറയിൽ നിന്നുള്ള വീഡിയോ സിഗ്നലുകൾ നേരെ പോകുന്നത് DVR അഥവാ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറിലേക്കാണ്. അവിടെ നിന്നത് മോണിറ്ററുകളിലേക്കും അതുപോലെ ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സ്റ്റോറേജിലേക്കും എത്തുന്നു. ഈ ഡയഗ്രം നോക്കിയാൽ ഡാറ്റ എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ക്യാമറകൾ, അത് സിസ്റ്റത്തിന്റെ കണ്ണുകൾ. റെക്കോർഡറുകൾ, അതായത് DVR അല്ലെങ്കിൽ NVR, അത് സിസ്റ്റത്തിന്റെ ഓർമ്മ. മോണിറ്ററുകൾ, ദൃശ്യങ്ങൾ കാണാനുള്ള കാഴ്ചാകേന്ദ്രം. പിന്നെ ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകളും വയർലെസ് സിഗ്നലുകളും. അതാണ് ഈ സിസ്റ്റത്തിന്റെ നാഡീവ്യൂഹം. പക്ഷേ ഇവിടെ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ഹൈ ക്വാളിറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഫയൽ സൈസും വളരെ വലുതായിരിക്കും. ഇത്രയും വലിയ ഡാറ്റ നെറ്റ്വർക്കിലൂടെ തുടർച്ചയായി അയക്കുമ്പോൾ നെറ്റ്വർക്കിന് വലിയൊരു ഭാരമാകും. അതുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റിയും നെറ്റ്വർക്കിന്റെ സ്പീഡും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് സാധാരണയായി വീഡിയോ കംപ്രഷൻ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇതിന്റെ ടെക്നോളജിയെക്കുറിച്ചാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇത് എങ്ങനെ ഫലപ്രദമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാം? അതായത് എന്ത് എന്ന ചോദ്യത്തിൽ നിന്ന് എന്തിന്, എങ്ങനെ എന്ന ചോദ്യങ്ങളിലേക്ക്. നമുക്കൊരു ഉദാഹരണമെടുക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു എയർപോർട്ട് മുഴുവനായി നിരീക്ഷിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. എവിടെ തുടങ്ങും? എന്തൊക്കെ ചെയ്യണം?
ഇത് ചിന്തിക്കുമ്പോൾ തന്നെ പ്രൊഫഷണൽ ഡിസൈനിങ്ങിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഏതൊരു നല്ല സിസ്റ്റവും തുടങ്ങുന്നത് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. ഇതിനെയാണ് നമ്മൾ ഒരു നീഡ്സ് അസസ്മെന്റ് അഥവാ ആവശ്യകതാ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒരു നല്ല ഡിസൈനിന് ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. 1. ഫങ്ഷണൽ, അതായത് ഏതൊക്കെ സ്ഥലങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. 2. ഓപ്പറേഷണൽ, നമുക്കെന്ത് വിവരങ്ങളാണ് കാണേണ്ടത്? ആളുകളെ തിരിച്ചറിയണമോ അതോ വെറുതെ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ മതിയോ? 3. ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനാവശ്യമായ കേബിളുകളും വൈദ്യുതിയും എങ്ങനെ എത്തിക്കും? 4. വീഡിയോ റീറ്റൻഷൻ, റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ എത്ര നാൾ സൂക്ഷിക്കണം? ഒരു ക്യാമറ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. ദാ ഈ ലിസ്റ്റ് കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ക്യാമറ വെക്കുന്ന സ്ഥലം, അവിടുത്തെ വെളിച്ചം, പവർ സപ്ലൈ, അതെവിടെ ഉറപ്പിക്കണം, ഡേറ്റ എങ്ങനെ അയക്കണം, ഇങ്ങനെ ഓരോ കാര്യവും കൃത്യമായി പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് CCTV സംവിധാനങ്ങളുടെ ഒരു വലിയ ചിത്രം കണ്ടാലോ? അപ്പോൾ ഒരു സിമ്പിൾ ഐഡിയയിൽ നിന്ന് തുടങ്ങി ഇത്രയും വലിയൊരു സിസ്റ്റത്തിലേക്ക് എത്തിയതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ഒരു ക്യാമറ ചിത്രം പകർത്തുന്നു, ഒരു ലെൻസ് അത് ഫോക്കസ് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് ആ ഡേറ്റ കൈകാര്യം ചെയ്യുന്നു. ഇതിനെല്ലാം മുകളിൽ എല്ലാം എവിടെ എന്തിന് എന്ന് തീരുമാനിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനുമുണ്ട്. അപ്പോൾ CCTVയുടെ യഥാർത്ഥ ഉദ്ദേശമെന്താണ്? ഈ ഉദ്ധരണിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. CCTV ഒരു സെക്യൂരിറ്റി ഫോഴ്സ് മൾട്ടിപ്ലയറാണ്. സിമ്പിളായി പറഞ്ഞാൽ, കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലിയൊരു പ്രദേശം 24 മണിക്കൂറും നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ ക്യാമറയ്ക്ക് പിന്നിൽ ഇത്രയധികം കാര്യങ്ങളുണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ? ഈ പുതിയ അറിവ് ഇനി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ള ക്യാമറകളെ കാണുന്ന രീതിയെ എങ്ങനെയാവും മാറ്റാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.